സൺറൈസായി. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുഴുവൻ മഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. വെള്ളി ശനി ആ ദിവസങ്ങളെല്ലാം ഈ പറഞ്ഞ റേറ്റിലാണ്. പബ്ലിക് ഹോളിഡേയിൽ മാത്രമാണ് വേറൊരു താരിഫ് വരുന്നത്. അത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇപ്പോൾ ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ പുറത്തുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല, മഞ്ഞ് കാരണം. അത്രയ്ക്കുള്ള കാഴ്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ഒന്ന് കാണാം, അത്രയ്ക്കേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോർഫക്കാൻ ബീച്ചിലാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോ കോർഫക്കാൻ ബീച്ചിനെ പറ്റിയിട്ടുള്ള വീഡിയോ അല്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഓപ്പൺ ആയിട്ടുള്ള കോർഫക്കാനിലെ ഒരു പുതിയ അട്രാക്ഷനാണ് അൽ സുഹൂബ് റെസ്റ്റ് ഏരിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അൽ സുഹൂബ് റെസ്റ്റ് ഏരിയയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ അൽ സുഹൂബിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല സൺറൈസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ടുള്ള മഞ്ഞായിരുന്നു. മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രാവിലെ ഒരു പ്രാവശ്യം വന്ന് കുറേ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു പോയി. പിന്നെ വീണ്ടും ഇപ്പോൾ രണ്ടാമത് ഞാൻ വൈകുന്നേരമായപ്പോൾ വീണ്ടും വന്നതാണ്. ഈ ഒരു അൽ സുഹൂബ് റെസ്റ്റ് ഏരിയയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കോർഫക്കാൻ സിറ്റിയെ ഒരു 360 ഡിഗ്രി വ്യൂവിൽ ഒരു മലയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റില്ല. അതാണ് അതിൻ്റെ അട്രാക്ഷൻ. പക്ഷേ ഇന്ന് രാവിലെ പോയപ്പോൾ അവിടെ മഞ്ഞായത് കാരണം ഒന്നും കാണാൻ പറ്റില്ല, നല്ല ചൂടുമായിരുന്നു. ഞാൻ ഏകദേശം 5:30 വന്നിട്ട് 7-8 മണിയോളം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സൺറൈസും കാണാൻ പറ്റിയില്ല, മേഘമായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ചിലവഴിച്ചിട്ട് ഞാൻ തിരിച്ച് പോയി. വീട്ടിൽ പോയിട്ട് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. 7 മണിക്കാണ് സൺസെറ്റ്. അപ്പോൾ ഒരു 6:30-6:45 മേളിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെ കോർഫക്കാൻ ബീച്ചിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ രാവിലെ എടുത്ത കുറച്ച് ഫൂട്ടേജ് ഉണ്ട്, നിങ്ങളത് പോയിട്ട് കണ്ടിട്ട് വാ. ഞാനിവിടെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്തിട്ട് നേരെ മേലോട്ട് പോകാനുള്ളത് നോക്കട്ടെ. നിങ്ങളിപ്പോൾ ആ വീഡിയോ പോയി കണ്ടിട്ട് വാ. സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് 4 മണിക്ക് ഞങ്ങൾ ഷാർജയിൽ നിന്ന് തിരിച്ചതാണ്. ഇപ്പോൾ ഏകദേശം 5:30 ആകുന്നു. 5:45-നാണ് സൺറൈസ്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ടോപ്പിലെത്താം. സൺറൈസിന് മുമ്പ് മേളിലെത്താൻ പറ്റും. ദുബായ് ഷാർജ ഭാഗത്തു നിന്ന് വരുമ്പോൾ കോർഫക്കാൻ ബീച്ചൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ഇടതുവശത്ത് വാട്ടർഫോളും ആംഫി തിയേറ്ററും ഒക്കെ കാണാം. അത് കഴിഞ്ഞ് വരുന്ന ഒരു റൗണ്ട് ബോട്ടുണ്ട്, ഒരു അഡ്നോക്കിൻ്റെ പമ്പൊക്കെ ഉള്ള റൗണ്ട് ബോട്ടുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക, തൊട്ടടുത്ത റൗണ്ട് ബോട്ടിൽ നിന്ന് റൈറ്റ് എടുക്കുക. അവിടെ ഒരു മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങോ അങ്ങനെ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ അൽ സുഹൂബ് റെസ്റ്റ് ഏരിയയുടെ റോഡ് കിട്ടും. ഇത് സ്ട്രെയിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മേളിലെത്താൻ പറ്റും. ഇവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്ററാണ് മുകളിൽ ടോപ്പ് പോയിന്റിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തി. തിരക്ക് തീരെ ഇല്ല, വളരെ കുറച്ച് കാറുകൾ മാത്രമേ ഇവിടെ പാർക്കിങ്ങിൽ കാണുന്നുള്ളൂ. നമുക്ക് എന്തായാലും പാർക്ക് ചെയ്യാം. രാവിലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ. അതിന് വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ സൺറൈസായി. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുഴുവൻ മഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. രാവിലെ തന്നെ ഇവിടെ ക്ലീനിങ്ങും കൺസ്ട്രക്ഷൻ വർക്കുകളും ഒക്കെ നടക്കുന്നുണ്ട്. എനിക്കൊന്ന് വർക്ക് പകലും രാത്രി കണ്ടിന്യൂ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം കുറച്ച് മുമ്പ് ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ ഒരു ഷിഫ്റ്റ് ചേഞ്ച് നടക്കുന്നുണ്ടായിരുന്നു. ഒരു ബസ് വന്നിട്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. അതുപോലെ പുതിയ ആൾക്കാരുടെ ഷിഫ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഈ ചുറ്റുപാടിൽ, ഈ അൽ സുഹൂബ് റെസ്റ്റ് ഏരിയയുടെ ചുറ്റുപാടിൽ കുറേ കൺസ്ട്രക്ഷൻ വർക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്. വർക്കൊന്നും തീർന്നിട്ടില്ല, കുറച്ച് പണി മാത്രമേ തീർന്നിട്ടുള്ളൂ. ഒരുപാട് വർക്ക് ബാക്കിയുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഷിഫ്റ്റ് വൈസ്, അതായത് ഡേയും നൈറ്റും ഒക്കെ വെച്ചിട്ട് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ മുഴുവൻ ഇവരുടെ മെഷീനൊക്കെ വർക്ക് ചെയ്യുന്ന ശബ്ദമാണ്. പുറത്ത് മുഴുവൻ ഭയങ്കര ശബ്ദമാണ്. സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ എത്തിയത്. പക്ഷേ വിസിബിലിറ്റി തീരെയില്ല, നല്ല മോഡൽ മഞ്ഞുണ്ട്. അതുപോലെ തന്നെ സിറ്റി വ്യൂവും ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ അത്ര നന്നായിട്ടൊന്നും കാണുന്നില്ല. സമയം ഇപ്പോൾ 6:20 പക്ഷെ മഞ്ഞ് മാറിയിട്ടില്ല, നല്ല ഫോഗുണ്ട്. ഇതാണ് റെസ്റ്റ് ഹൗസിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇന്ന് വന്നപ്പോഴാണ് മനസ്സിലായത് രാവിലെ ഒരു 6-6:30 മുതൽ 7 മണി വരെ അവർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്
അടച്ചിടുന്നുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് പാർക്കിങ്ങിൽ അത്യാവശ്യം വണ്ടി ഉണ്ടായിരുന്നു, കാറുകളൊക്കെ ഉണ്ടായിരുന്നു. അത് സൺറൈസ് കാണാൻ വേണ്ടി വന്നവരായിരിക്കും. കുറേ അറബി ഫാമിലീസ് ഉണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ ആരും തന്നെ ഇല്ല. കഴിഞ്ഞ ജൂലൈ 15-ാം തീയതിയാണ് ഷാർജ റൂളർ അൽ സൂബ് റെസ്റ്റ് ഏരിയ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അന്ന് ഇനാഗുറേഷൻ കഴിഞ്ഞെങ്കിലും പിന്നെ ഇത് ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞാൽ 20-ാം തീയതി 21-ാം തീയതി പെരുന്നാൾ അവധിയുടെ സമയത്താണ് പിന്നെ ഇത് ഓപ്പൺ ആവുന്നത് പബ്ലിക്കിന് വേണ്ടിയിട്ട്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. രാവിലെ വരുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ ഒരു 6 മണി കഴിഞ്ഞ് സൺറൈസ് ആയി കഴിഞ്ഞപ്പോൾ ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂട്. രാവിലെ തന്നെ വേർത്ത് വിളിച്ചു പോയി. നമ്മുടെ സൂബ് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചപ്പോൾ അത് 6 മണി മുതൽ 7 മണി വരെ ക്ലോസാണ്. ഒരു ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 7 മണിയാകാൻ പോകുന്നേ ഉള്ളൂ. ഒരു ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ കറക്റ്റ് 7 മണിയായപ്പോൾ തന്നെ റെസ്റ്റോറൻറ്റ് തുറന്നു. ഉള്ളിൽ ഞങ്ങളും പിന്നെ വേറൊരു അറബിക് ഫാമിലി മാത്രമേ ഉള്ളൂ. നേരത്തെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഫാമിലി ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരും പോയി. ഇപ്പോൾ നമ്മൾ 2 ഫാമിലി മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ പുറത്തുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല, മഞ്ഞ് കാരണം. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ ഫുൾ കോർഫക്കാൻ്റെ ഒരു വ്യൂ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഫിനി എന്നാണ് ഈ കഫേയുടെ പേര്. ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏകദേശം 90 പേർക്കുള്ള കപ്പാസിറ്റിയാണ് ഉള്ളിലുള്ളത്, ഈ ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. അതുപോലെ 45ഓളം സീറ്റിംഗ് കപ്പാസിറ്റി പുറത്തൊരു വ്യൂ വിൻഡൊക്കെ ഉണ്ട്, അവിടെയുണ്ട്. 30 ഡയമീറ്ററിലാണ് ഈ റെസ്റ്റോറൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പറക്കും തളിക പോലെ തോന്നിയ ഒരു നല്ല ഭംഗിയുള്ളൊരു കെട്ടിടമാണിത്. രണ്ട് നിലകളാണ് ഇവിടെ ഉള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ ഒരു റെസ്റ്റോറൻറ്റും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു മീറ്റിംഗ് ഹാൾ, പ്രയർ റൂം, ടോയ്ലറ്റൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ട്. അത് സെയിം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കാണുന്ന അതേ വ്യൂ തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒബ്സർവേഷൻ ഡെസ്കിൽ നിന്ന് നോക്കിയാലും കാണുന്നത്. രാവിലെ ആയതുകൊണ്ടൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, ക്ലോസാണ്. ഇതാ ടോയ്ലറ്റ്. കോൺഫറൻസ് ഹാളാണ്, ക്ലോസ്ഡ് ആണ്. ഇതവിടെ റിസപ്ഷൻ, താഴെയുള്ള റിസപ്ഷൻ. നമുക്ക് തിരിച്ചു പോകാം. ഇത് പ്രയർ റൂമാണ്. ഇവിടെ ഗാർഡൻ ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ നട്ടു തുടങ്ങിയിട്ടുള്ളൂ. വളരെ ഒരു വലിയ ഗാർഡനാണ് കേട്ടോ. അതിൻ്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഗാർഡനാണ്. അതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. കുറച്ച് നാളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഉറപ്പാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല, ലാസ്റ്റ് വരെ ഗാർഡനാണ്. ബോഗൺവില്ലയൊക്കെ നട്ടിട്ടേ ഉള്ളൂ. വിസിബിലിറ്റി തീരെ ഇല്ല, അതുകൊണ്ട് കാഴ്ചകളൊന്നും അത്ര ക്ലിയർ അല്ല. അതുകൊണ്ട് പോയിട്ട് വൈകുന്നേരം വരാമെന്നുള്ള ഐഡിയ ഇല്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ 2 കാര്യമുണ്ട്. സൺസെറ്റും കാണാം, അതുപോലെ നൈറ്റ് വ്യൂവും നല്ല രസമുള്ളതാണ്. അപ്പോൾ നൈറ്റ് വ്യൂവും കാണാം. മണിയിപ്പോൾ 7:30 പക്ഷേ ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല, മുഴുവനും മഞ്ഞാണ്. ബാക്കിയുള്ള ഈവനിങ് സൺസെറ്റ് കാഴ്ചകളും നൈറ്റ് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതാണ് പാർക്കിംഗ് ടിക്കറ്റ് എടുക്കുന്ന മെഷീൻ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടിക്കറ്റ് കിട്ടും. ടിക്കറ്റിൻ്റെ ചാർജൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ടിക്കറ്റ്. ഏകദേശം 600 മീറ്ററാണ്, 6 കിലോമീറ്റർ ഉണ്ട് ഈ റോഡിന് നമ്മൾ മുകളിലെത്താൻ. 600 മീറ്റർ എലിവേഷനാണുള്ളത്. 3 ട്രാക്കാണുള്ളത്. മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് 2 ട്രാക്കും താഴോട്ട് വരാൻ വേണ്ടിയിട്ട് 1 ട്രാക്കും. നമ്മൾ ഈ ജബൽ ജയ്സിലൊക്കെ പോകുന്നില്ല, ജബൽ ജയ്സ് അല്ലെങ്കിൽ ജബൽ ഹഫീദ്, ആ ഒരു ക്വാളിറ്റിയിലുള്ള റോഡുകളാണ്. നല്ല പുതിയ റോഡാണ്. ഈ സൂബ് റെസ്റ്റോറൻറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ റോഡാണ്. ഞാൻ പാർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സാധാരണ വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂറിന് 20 ദിർഹംസാണ്. അടുത്ത 2ാമത്തെ മണിക്കൂറാകുമ്പോൾ അത് 30 ദിർഹംസാവും. 3ാമത്തെ മണിക്കൂറാകുമ്പോൾ 40 ദിർഹംസ്. അതായത് ഓരോ മണിക്കൂറിലും 10 ദിർഹംസ് വെച്ചിട്ട് കൂടി പോകും. അതായത് 2 മണിക്കൂർ നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ 50 ദിർഹംസാണ് ഇവിടുത്തെ പാർക്കിംഗ് ചാർജ് വരുന്നത്. നമ്മൾ തിരിച്ചു വരുമ്പോഴും, ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തില്ലേ കൗണ്ടർ, അവിടെ തിരിച്ചു വരുമ്പോഴാണ് പേ ചെയ്യേണ്ടത്. അവധി ദിവസങ്ങളിൽ വേറൊരു താരിഫാണ്. അതായത് പബ്ലിക് ഹോളിഡേ ആദ്യത്തെ മണിക്കൂർ 20, 2ാമത്തെ മണിക്കൂർ 60, അങ്ങനെ എന്തോ വേറൊരു കണക്കാണ്. അതെനിക്ക് കറക്റ്റ് അറിയില്ല. വെള്ളി, ശനി ആ ദിവസങ്ങളെല്ലാം ഈ പറഞ്ഞ റേറ്റിലാണ്. പബ്ലിക് ഹോളിഡേയിൽ മാത്രമാണ് വേറൊരു താരിഫ് വരുന്നത്. അത് എനിക്ക് കറക്റ്റ് അറിയില്ല. അത്യാവശ്യം തിരക്കുണ്ട്.
ഇതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ കോർഫക്കാൻ സിറ്റി മുഴുവൻ ഒരു 360 ഡിഗ്രി വ്യൂവിൽ കാണാൻ പറ്റും. അതാണ് ഈ റെസ്റ്റ് ഹൗസിൻ്റെ പ്രത്യേകത. കോർഫക്കാൻ പോർട്ട്, അതുപോലെ ഷാർക്ക് ഐലൻഡ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. രാവിലെ വന്നപ്പോൾ ഇതൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. കോർഫക്കാൻ സിറ്റി മുഴുവനായിട്ടും ഇതിൻ്റെ മേളിൽ കയറി നിന്നാൽ കാണാൻ പറ്റും. ഇതാണ് മൗണ്ടൻ വ്യൂ. നമുക്കെന്തായാലും റെസ്റ്റ് ഏരിയയുടെ അടുത്തോട്ട് നടക്കാം. എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് ഈ പാർക്കിൽ കളിക്കാൻ പറ്റും. വലിയ പാർക്കൊന്നുമില്ല, ഒരു ചെറിയ പാർക്കാണ്. 2-3 റൈഡൊക്കെ ഉള്ളൂ. തീരെ ചെറിയൊരു പാർക്കാണ്. ഇതാണ് ഒബ്സർവേഷൻ ഡെസ്കിൽ നിന്നാലുള്ള കാഴ്ച. നമ്മൾ കയറി വന്ന ആ റോഡൊക്കെ കാണുന്നുണ്ട്. ഈ ജൂലൈ 15-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വരാൻ വേണ്ടിയിട്ട് വേറൊരു ഹൈക്കിംഗ് റൂട്ട് കൂടെ അന്ന് സുൽത്താൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ അൽ റിഫൈസ ഡാമില്ലേ, അവിടെ നിന്ന് ഏകദേശം 3-3.5 കിലോമീറ്റർ ഹൈക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റും. ഈ റോഡല്ലാതെ അങ്ങനെ ഹൈക്ക് ചെയ്ത് വേണമെങ്കിലും വരാൻ പറ്റും. രാവിലെ സൺറൈസ് കാണാൻ വന്നിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ സൺസെറ്റ് നന്നായിട്ട് കാണാൻ പറ്റി. മേളിൽ നിന്ന് കാണുമ്പോൾ അറിയാമല്ലോ, ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതാണ് സൺസെറ്റിൻ്റെ കാഴ്ചകൾ. ഇപ്പോൾ തിരക്ക് കൂടിയതുകൊണ്ട് ഇവിടെ പാർക്കിംഗ് ക്ലോസ് ചെയ്തു. 5th റെസ്റ്റ് ഏരിയയിൽ നിന്ന് ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരമായപ്പോൾ ചൂടല്പം കുറഞ്ഞിട്ടുണ്ട്, തിരക്കും കൂടി. തിരക്കിപ്പോൾ നല്ല തിരക്കുണ്ട്. നേരം സന്ധ്യ ആകുന്നുണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റി മുഴുവൻ ലൈറ്റ് ആവും. ആ വ്യൂ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളിപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ഇരുന്നിട്ട് ഒരു സിറ്റി കാണുന്ന ഒരു ഫീലില്ല, അത് കിട്ടും. ഈ നമ്മുടെ അലൈനിൽ ജബൽ ഹഫീദിലൊക്കെ പോയ ആൾക്കാർക്കറിയാം. അവിടുത്തെ നമ്മൾ നൈറ്റിൽ പോയി കഴിഞ്ഞാൽ ജബൽ ഹഫീദിൻ്റെ മേളിൽ നിന്നിട്ട് സിറ്റി കാണുമ്പോൾ ഒരു വ്യൂ ഇല്ലേ, ആ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നും കിട്ടാൻ പോകുന്നത്. ഇത് പുറത്തെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ പുറത്തെ ബാൽക്കണിയിൽ വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇതുപോലെയുള്ള സ്റ്റാൻഡ് ഒരുപാട് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഈ കാണുന്നില്ല, ഇത് AC ആണ്. പുറത്ത് ഇരിക്കുന്നവർക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് AC ആണ് അത്. ഞാൻ ആദ്യം ഇത് ലൈറ്റ് ആണെന്ന് വിചാരിച്ചതാണ്.
നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ 50 ദിർഹംസിനോ അതിന് മേളിലോ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ വന്നപ്പോഴും 3 ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ജ്യൂസിന് 20 ദിർഹംസാണ്, 21 ദിർഹംസാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴും 3 ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ വന്നിട്ട് 3 മണിക്കൂറോളം ആവുന്നുണ്ട്. 2 മണിക്കൂർ എന്തായാലും ഏകദേശം 2 മണിക്കൂർ ക്രോസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ തിരിച്ചിറങ്ങുന്നത്. രാവിലെ അതുപോലെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചിറങ്ങിയത്. അപ്പോൾ 50 ദിർഹംസ് കൊടുക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് ഒരു 10 ദിർഹംസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 3 ജ്യൂസ് വാങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് 3 ജ്യൂസ് വാങ്ങി രാവിലെ. ഇപ്പോഴും അതുപോലെ തന്നെ നിങ്ങളും ഇവിടെ വരികയാണെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ. പക്ഷേ 50 ദിർഹംസിന് മേളിലുള്ള ബില്ലുണ്ടെങ്കിൽ മാത്രമേ താഴെ നമുക്ക് പാർക്കിംഗ് ഫ്രീ കിട്ടുള്ളൂ. 50 ദിർഹംസിന് താഴെയാണ് ബില്ലെങ്കിൽ നമ്മളവിടെ പാർക്കിംഗ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്ന് ഓർമ്മിക്കുക. ഒരു പ്രാവശ്യമൊക്കെ വന്ന് കാണാനുള്ള ഒരു കാഴ്ചയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊന്നുമല്ല, നമ്മൾ കൊടുക്കുന്ന കാശുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്കുള്ള കാഴ്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം വന്ന് കാണാം, അത്രയ്ക്കേ ഉള്ളൂ. തുടങ്ങിയപ്പോൾ ഉള്ള തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചാർജ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് കുറയ്ക്കാൻ ചാൻസ്. അങ്ങനെ ലൈറ്റുകളൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു തുടങ്ങി. ഇതാണ് നൈറ്റിലുള്ള വ്യൂ. നേരെ നന്നായിട്ട് ഇരുട്ടി, ലൈറ്റൊക്കെ ഏകദേശം തെളിഞ്ഞു. ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഭംഗിയല്ലേ. കോർഫക്കാൻ സിറ്റി മുഴുവനായിട്ട് കാണാം. ഫുജൈറയുടെ ഒരു ഭാഗം മുതൽ കോർഫക്കാൻ പോർട്ട്, കോർഫക്കാൻ സിറ്റി മുഴുവൻ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ അൽ സുഹുൽ ഫോറസ്റ്റ് ഏരിയയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.